എന്നിട്ടും പ്രവാസികൾക്കാണല്ലോ കൂടുതൽ അറ്റാക്ക് മരണങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് ഒരു കമന്റ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു, കൂടുതൽ ആൾക്കാർ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ബീഫും അതുപോലെ ചിക്കനും വിരുന്നും കല്യാണം എല്ലാം അടിച്ചു കയറ്റുന്നത് നാട്ടിൽ. അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യണം, രാവിലെ പോയിട്ട് അവരെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം, അത് അറിയാതെ അവർക്ക് ബ്ലോക്ക് അറിയാതെ അറ്റാക്ക് ആവുന്നതൊക്കെ പറയുമ്പോൾ, പക്ഷെ അവർ പറഞ്ഞത് കമന്റിൽ പറഞ്ഞത് കറക്റ്റാണ്. കൂടുതൽ അറ്റാക്ക് നമ്മൾ കേൾക്കുന്നത് പ്രവാസിയല്ല, നാട്ടിലേക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പ് മരണപ്പെട്ടു, ഉറക്കൽ മരണപ്പെട്ടു, എല്ലാ അറ്റാക്ക് 35-40 വയസ്സ് പ്രവാസികളാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ അറ്റാക്ക് വരാൻ ഏറ്റവും വലിയ കാരണമാവുന്നത് ഫുഡ് മാത്രമല്ല, അതിലൊരു 80% അല്ലെങ്കിൽ 60% കാരണമാകുന്നത് സ്ട്രെസ്, ഡിപ്രഷനും ടെൻഷനുമാണ്. ഇത് ഏറ്റവും കൂടുതൽ അറ്റാക്കിന് കാരണമാകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാട്ടിലാണെങ്കിൽ രാവിലെ 8 മണിക്ക് നല്ല ചായയും ഫുഡും കഴിക്കും, അല്ല നല്ല അപ്പങ്ങളും എല്ലാ വക അപ്പങ്ങളും കൽത്തപ്പവും ദോശയും ഇഡ്ഡലിയും എന്ത് വേണം കഴിക്കാം. രാവിലെ 8 മണിക്ക് ടേബിളിൽ എത്തും. ഉച്ചക്ക് കറക്റ്റ് സമയത്ത് എവിടെയെങ്കിലും വീട്ടിൽ അല്ലെങ്കിൽ കല്യാണമായിരിക്കും അല്ലെങ്കിൽ ആണ്ടായില്ലേ അല്ലെങ്കിൽ നേർച്ച എന്തെങ്കിലും ഒരു വിരുന്ന് എന്തെങ്കിലും ഉണ്ടാവും. ഉച്ചക്ക് നല്ല ഫുഡ്, രാത്രി നല്ല ഹോംലി ഫുഡ്, പിന്നെ കറക്റ്റ് സമയത്ത് ഉറങ്ങാനും പറ്റുന്ന രാവിലെ നേരത്തെ തന്നെ എണീക്കണ്ട. ഡ്യൂട്ടി 8 മണിക്കല്ല 10 മണിക്ക്. നാട്ടിലുള്ളവർക്ക് കടകളായിരിക്കും, ഷോപ്പുകളായിരിക്കും അല്ല കൂടുതലും. അപ്പോൾ അവർക്ക് 10 മണിക്ക് അപ്പോൾ ഉറക്കവും കറക്റ്റായിട്ട് കിട്ടുന്നത്. പക്ഷെ പ്രവാസികൾ എന്താ ചെയ്യുന്നത്? പ്രവാസികൾ രാവിലെ 6-7 മണിക്ക് എണീച്ച് ഡ്യൂട്ടിക്ക് പോകും. ഫുഡ് കഴിക്കലില്ല. അധികം ആൾക്കാരില്ല, രാവിലത്തെ ഫുഡ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് രാവിലത്തെ ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ്. കഴിക്കലേ ഇല്ല. എന്നിട്ട് രാവിലെ ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടി രാവിലെ പോകും, ട്രാഫിക്കിൽ 1 മണിക്കൂർ ഇരിക്കും, പിന്നെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ അവിടുത്തെ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും. ഉച്ചക്കാണെങ്കിൽ ലഞ്ച് കഴിക്കുന്ന സമയം പോലും അറിയുന്നില്ല, വിശക്കുന്നില്ല. രാവിലെ കഴിച്ചില്ലെങ്കിൽ ഉച്ചക്ക് വിശക്കില്ല, ഗ്യാസ് കയറും. ഉച്ചക്കും വിശക്കുന്നില്ല, ഉച്ചക്ക് എപ്പോഴെങ്കിലും കഴിച്ചില്ലെങ്കിലായി, പിന്നെ ജോലിന്റെ ഇതായി, പിന്നെ രാത്രി വന്നിട്ട് ഇപ്പോൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും 11-12 അടിച്ചു കയറ്റും. അങ്ങനെ കിടക്കും, ഒരു ഇതുമില്ല, എക്സർസൈസും ഇല്ല. പിന്നെ നാട്ടിലേക്ക് പൈസ ഇവൻ തന്നെ അയക്കണം. വരുന്ന നാട്ടുകാർ തീറ്റണമെങ്കിൽ ഇവന് പൈസ അയച്ചു കൊടുക്കണം. ഫംഗ്ഷൻ ആണ് ഇപ്പൊ വെറും മെഹന്തി മാത്രമല്ല, അതിന് മുമ്പ് മഞ്ഞ കല്യാണം, അതിന് മുൻപ് വേറെ ഒരുപാട് ഫംഗ്ഷനായി. ഇതിന് ചോറ് കൊടുക്കാൻ ഇവൻ, അതിന് പുതിയ ഒരേ കളർ ഡ്രസ്സ് കൊടുക്കാൻ ഇവന്റെ പൈസ, ഇതിന്റെ കടം വീട്ടാൻ ഇവന്റെ പൈസ. ഇതൊക്കെ ആലോചിച്ചിട്ട് ശരിക്കും ഫുഡും കഴിക്കാതെ ഇങ്ങനെയാണ് അറ്റാക്ക് സംഭവിക്കുന്നത്. വലിയ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം. അത് എല്ലാവരും 9 മണിക്ക് മുമ്പായിട്ട് കഴിക്കണം. 2 മണിക്കൂർ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കണം. അതാ ഏറ്റവും കൂടുതൽ അറ്റാക്ക് കൂടുന്നതും. രാത്രി വൈകി ഭക്ഷണം കഴിച്ച് അങ്ങനെ തന്നെ കിടക്കുന്നത് കൊണ്ടാണ് അത് ജീർണാവുന്നില്ല, ഹാർട്ടിലേക്ക് അത് പ്രോബ്ലം ആവുന്നുണ്ട്. അപ്പൊ 9 മണിക്ക് തന്നെ ഭക്ഷണം രാത്രിത്തെ കഴിക്കുക. അതുകൊണ്ട് പ്രവാസികളോട് പറയുന്നത്, നിങ്ങൾ ശരിക്കും ഭക്ഷണം കഴിക്കുക. നിങ്ങൾ കഴിച്ചിട്ട് മതി നാട്ടുകാരെ വശിക്കുക. രാവിലെ നിർബന്ധമായും കഴിക്കുക, ഉച്ചക്ക് കഴിക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക. എത്രയും പെട്ടെന്ന് രാവിലെ ഡ്യൂട്ടിക്ക് വന്നെങ്കിൽ കുറച്ച് നേരത്തെ ഉറങ്ങുക. അതെല്ലാം ഒഴിവാക്കി ടെൻഷൻ കുറക്കുക, സ്ട്രെസ് കുറക്കുക, എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു മനസ്സ് പാകപ്പെടുത്തിയാൽ ഒരു അറ്റാക്കും സംഭവിക്കില്ല. നമ്മൾ ഈ പൈസ ഉണ്ടാക്കിയിട്ട് എന്തിനാണ് ഇപ്പൊ നല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് രാവിലെ കഴിക്കാതെ പോകുന്നത്? രാവിലെ 8 മണി 9 മണിക്ക് മുമ്പായിട്ട് നല്ല ഭക്ഷണം തന്നെ കഴിക്കണം. അത് നല്ല ഉച്ചക്ക് നല്ല മോട്ട ചോറ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നല്ല ചോറ് ഉച്ച കറക്റ്റ് സമയത്ത് കഴിക്കും. നിങ്ങൾ ചോറ് കഴിച്ചിട്ട് മതി നിങ്ങൾ ഡ്യൂട്ടി എടുക്കാൻ. ചോറ് കഴിക്കാതെ വിശപ്പ് ഇരുന്നിട്ട് നിങ്ങൾ ആർക്കും പട്ടിണി കിടന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ തീറ്റിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. നാട്ടുകാർ ഇഷ്ടം പോലെ തട്ടി വിടുന്നുണ്ട്. ഇത് നിങ്ങളെ പൈസ അല്ലേ? നിങ്ങൾ തിന്നാതെ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്തിനു നാട്ടുകാരെ തിമ്മിക്കുക? എന്തിനാണ് ഇങ്ങനെ ഫംഗ്ഷൻ വെക്കുന്നത്? ഓരോരോ ഫംഗ്ഷൻ വീട്ടുകാർ പലതും പറയും, കട നീ തന്നെ വീട്ടണ്ടേ, കല്യാണത്തിന് ഒരേ ഡ്രസ്സിന് വേറെ പൈസ, വിരുന്ന് കഴിക്കാൻ വേറെ പൈസ, എത്ര ഫംഗ്ഷന് കൂടി വരും. ഇതെല്ലാം ആരെ തലയിലാക്കി വീഴുന്ന? പ്രവാസിന്റെ. പിന്നെ ഇവൻ അറ്റാക്ക് ആയില്ലെങ്കിൽ അത്ഭുതമല്ലേ? അതിന്റെ അടുത്ത് ഫാമിലി മാറ്റർ വേറെ ഉണ്ടാവും, വൈഫിന്റെ കിരികിരി കുറെ കേൾക്കുന്നുണ്ടാവും, ഉമ്മാന്റെ വൈഫിന്റെ മാനേജ് ആക്കുന്ന വേറെ ടെൻഷൻ, എത്ര ടെൻഷൻ. അതിന്റെ അടുത്ത് ജോലിയുടെ ടെൻഷൻ, ഇവിടെ കുടുംബം ഇല്ലാത്ത വേറെ ടെൻഷൻ. അപ്പൊ ഈ പ്രവാസികൾ ഇതിനെല്ലാം മാറ്റം വന്നില്ലെങ്കിൽ അറ്റാക്ക് സംഭവിക്കും. നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം നല്ല ഭക്ഷണം കഴിക്കുക, നമ്മൾ നല്ല സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങുക, കയ്യിൽ എത്ര പൈസ ഉണ്ട് അതിനനുസരിച്ച് നാട്ടിൽ ഫംഗ്ഷന് പൈസ അയച്ചു കൊടുക്കുക. കടം മേടിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷനും ഒരു വീടും ഒന്നും നീ പണിയാനും പോകണ്ട. നിന്റെ എത്രയാണ് കപ്പാസിറ്റി ഉള്ളത് അതിനനുസരിച്ചിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഫംഗ്ഷൻ വെക്കുക. എന്ത് മെഹന്തി ഫംഗ്ഷൻ ആയാലും മഞ്ഞ കല്യാണം ആയാലും ഇനി ഉപ്പാന്റെ ആണ്ട് ഉദ്വാരിപ്പിക്കൽ എന്തായാലും. അപ്പൊ അതുകൊണ്ടാണ് പ്രവാസികൾക്ക് കൂടുതൽ അറ്റാക്ക് വരുന്നത്. ഇതുവരെ മാറ്റം വന്നില്ലെങ്കിൽ ഇതിങ്ങനെ മരണം തുടർന്നുകൊണ്ടേ